ഹലോ ഫ്രണ്ട്സ്. എൻ്റെ പേര് ബിനേഷ് ജോയ്. ഒരു 1 വീക്ക് നമുക്കൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് തായ്ലാൻഡ് 1 വീക്ക് പോയി വന്നതാണ്. സോളോ ട്രിപ്പായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഹാപ്പൻ ചെയ്തതെന്നുള്ളത് ഒരു വലിയൊരു ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഈ വീഡിയോ എനിക്ക് തോന്നി ചെയ്യണമെന്നുള്ള കാരണം ബഡ്ജറ്റായിട്ട് സോളോ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായത് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത് ഇങ്ങനെ 1 വീക്ക് കിട്ടി. അപ്പോൾ നമ്മൾ നേരെ ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കി. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് അറിയാലോ, ഫ്ലൈറ്റ് കമ്പയർ ആപ്സുകളുണ്ട്. അതിൽ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും കുറവുള്ളത് നോക്കി നിൽക്കാം. നമുക്ക് കൊച്ചിയിൽ നിന്നാകുമ്പോൾ ബാങ്കോക്കിലോട്ട് DMK ഇതിലേക്കാണ്, എയർപോർട്ടിലേക്കാണ് ഫ്ലൈറ്റുകളുള്ളത്. അപ്പോൾ അവിടെ നിന്ന് എയർ ഏഷ്യയിൽ ബുക്ക് ചെയ്തു. തിരിച്ച് തായ് ലയൺ എയർ, അത് ഫസ്റ്റ് ഫ്ലൈറ്റാണ് അവരുടെ തിരിച്ച് കൊച്ചിയിലേക്കുള്ളത്. അവരുടെ ആദ്യത്തെ സർവീസാണ്. അപ്പോൾ അവർക്ക് നമുക്ക് തിരിച്ച് വരുമ്പോൾ നമുക്കൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നിരുന്നു. അപ്പോൾ തായ് ലയൺ എയർസ്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ രണ്ടും കൂടി നോക്കുമ്പോൾ ഒരു 20ൻ്റെ അടുത്തേ വന്നിട്ടുള്ളൂ. 21 അടുത്തായി ടാക്സ് ഒക്കെ കിട്ടും. അപ്പോൾ ഞാൻ നോക്കി ഓക്കെ, ടു ആൻഡ് ഫ്രോ 21 ഇറ്റ്സ് ഗുഡ് എനഫ്. അപ്പോൾ ഞാൻ അത് ബുക്ക് ചെയ്തു. അത് ബുക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ എവിടെയൊക്കെ പോകണം, എവിടെയൊക്കെ റൂം ബുക്ക് ചെയ്യണം, എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് സിംഗിൾ സോളോ ബഡ്ജറ്റ് ട്രാവലേഴ്സിന് വളരെ രസമായിരിക്കും. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് അറിയാമല്ലോ, പാസ്പോർട്ട് വേണം. അന്ന് ഈ സമയത്ത് അടുത്ത മാസം വരെ വിസ ഫ്രീ ആണ്. അപ്പോൾ അതൊരു കാരണം കൂടിയാണ് തായ്ലാൻഡ് സെലക്ട് ചെയ്യാനായിട്ട്. ഇന്ത്യൻ ട്രാവലേഴ്സിന് വിസ ആവശ്യമില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വിസയുടെ ഫോം ഫില്ല് ചെയ്യണം. അപ്പോൾ ഞാനത് ഫോം ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോ പൊട്ടിച്ച്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ പൊട്ടിച്ച് അതിൽ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചു. അപ്പോൾ പിന്നെ അവിടെ ചെന്നിട്ടൊരു ഹറിബറി വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ വേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നത് മെയിനായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം. പിന്നെ വേണ്ടത് വിസ ഫോമിൻ്റെ കാര്യങ്ങൾ വേണം. പിന്നെയുള്ളത് മണി വേണം, ബാത്ത്. അതായത് നമുക്കവിടെ ₹20 പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഓടിപ്പോയി അപ്പോൾ തന്നെ പോയിട്ട് കൺവേർട്ട് ചെയ്തു. മണി അവിടെ ഇവിടുത്തെ ഒരു 35,000, അതായത് ഒരു 15,000 ബാത്ത് എന്നുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്ത് കയ്യിൽ വെച്ചു, ഷോ മണി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യം വരുന്നത് പുറക്കാനായിട്ട്. പിന്നെ എല്ലാം അവിടെ ചെന്നാലും നമുക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ആദ്യത്തെ 2 days മുമ്പ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാനിങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്ത് റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിന് മുമ്പ് പിന്നെ നമുക്ക് ഉള്ള കാര്യങ്ങൾ, അവിടെ പോകുമ്പോൾ നമ്മൾ ഡ്രസ്സ് കരുതുന്നത് വളരെ ലൈറ്റായിട്ടുള്ള ഡ്രസ്സ്. നമ്മൾ ഈ രാജസ്ഥാനിലും മരുവിലൊക്കെ പോകുമ്പോഴുള്ള നമ്മുടെ ലോങ് സ്ലീവ് ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ടല്ലോ, അതിപ്പോൾ പാൻറ്റ് ജീൻസ് ഒന്നും ഇട്ട് ഒരിക്കലും പോകരുത് കേട്ടോ, ഭയങ്കര ബോയിലിംഗ് ആണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള നമ്മൾ 3/4 ഇടുക, അല്ലെങ്കിൽ ഫുൾ പാൻറ്റ്. അതായത് വെയിൽ ടാനിങ് വരും, നല്ല ചൂടുണ്ട്. ഞാൻ പോയതൊരു April 1st വീക്കൊക്കെയാണ്. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു, നല്ല ചൂട് തന്നെയായിരുന്നു. അതായത് എൻ്റെ കൈയൊക്കെ, ഞാൻ ബീച്ചിലൊക്കെ പോയപ്പോൾ സ്ലീവ്സൊക്കെ ഇട്ട് ഇറങ്ങിയിരുന്നു. അപ്പോൾ കൈയൊക്കെ ഇങ്ങനെ പൊള്ളാന്നല്ല, അത് നമുക്കത് തൊലിയൊക്കെ പോയി തുടങ്ങി തിരിച്ച് വന്നപ്പോൾ. അപ്പോൾ നമുക്കത് ബേണായിട്ടില്ല, പക്ഷെ ശരിക്കും അത് നല്ല സണ്ണുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ലൈറ്റ് വെയിറ്റ്, നമ്മൾ മലേഷ്യയിൽ അല്ല തായ്ലാൻഡിൽ നമുക്ക് കിട്ടുമല്ലോ ലൈറ്റായിട്ടുള്ള ഡ്രസ്സുകൾ, ചെക്സ് ആയിട്ടുള്ളത്, അങ്ങനത്തെയൊക്കെ വളരെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലഗേജും വളരെ കുറയ്ക്കാം. ഈവൻ അവിടെ പോയിട്ട് ഡ്രസ്സ് മേടിച്ചാലും അങ്ങനത്തെ കുഴപ്പമില്ല. അപ്പോൾ അതായത് ഒരു 2-3 ഡേയ്സിനുള്ള ഡ്രസ്സ് അവിടെ പോയിട്ട് മേടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ജസ്റ്റ് സിംഗിൾ ബാഗൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അത്രയും അഡ്വാൻറ്റേജാണ്. ഞാൻ പോയത് 2 ക്യാരി ബാഗാണ്, അതായത് ഷോൾഡർ ബാഗുകൾ മാത്രമായിട്ട് ചെറുത്. അപ്പോൾ നമുക്ക് വളരെ ഇതാണ്, ചെക്കിന് ഒന്നും ഒരു പ്രശ്നമില്ല നമുക്ക്. അപ്പോൾ പെട്ടെന്ന് ഫ്ലൈറ്റിൽ കയറാം, ഇറങ്ങാം, ബാഗെടുത്ത് പോവാം. പിന്നെ ട്രാവലിങ്ങിനായാലും നമുക്ക് അത്യാവശ്യം കയ്യിൽ ബാഗ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് പോകാം. അപ്പോൾ ഞാൻ വളരെ മിനിമൽ ഡ്രസ്സുകൾ മാത്രമാണ് വെച്ചിരിക്കുന്നത്, 3/4 പിന്നെ അത്യാവശ്യം വേണ്ട ചെറിയ കാര്യങ്ങളും, പിന്നെ ഈ പറഞ്ഞ അങ്ങനെ. പിന്നെ ഒരു സ്റ്റീൽ ബോട്ടിൽ കയ്യിൽ വയ്ക്കുന്നതല്ല, കാരണം ഈ ഏത് ടിക്കറ്റായിട്ട് എൻട്രി ചെയ്യുന്നിടത്തൊന്നും പ്ലാസ്റ്റിക് ബോട്ടിൽസ് അലോ ചെയ്യില്ല. അപ്പോൾ നമുക്ക് വെള്ളം നന്നായി ദാഹിക്കും. അപ്പോൾ കയ്യിൽ സ്റ്റീൽ ബോട്ടിൽ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. എന്തായാലും നമ്മളൊരു ബോട്ടിൽ കയ്യിൽ വെക്കില്ല, അപ്പോൾ സ്റ്റീൽ വെക്കുക. പിന്നെ എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബോട്ടിൽ മേടിക്കുന്നേ നിർത്തിയുള്ളൂ, കാരണം പബ്ലിക്കായിട്ടുള്ള ഡ്രിങ്കിങ് ഫെസിലിറ്റീസ് അങ്ങനെ കൊടുക്കുന്നില്ല, ബോട്ടിൽ മേടിക്കാൻ വേണം. അപ്പോൾ അങ്ങനെ ബാത്ത് കൺവേർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടുന്ന് എന്താ പറയുന്നത്, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുകയുള്ളത്, നമ്മുടെ പോസ്റ്റ് പെയ്ഡ് സിം ആണെന്നുണ്ടെങ്കിൽ എൻ്റെ എയർടെല്ലാണ്. അപ്പോൾ ഞാൻ അതിൽ ഇൻ്റർനാഷണൽ റോമിംഗ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ SMS കിട്ടാവുന്നതായിരിക്കണം. അത് ഫ്രീ ആയിട്ട് പോസ്റ്റ് പെയ്ഡ് സിമ്മിലുള്ളതാണ്. അപ്പോൾ നമുക്ക് OTP കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിന് അഡ്വാൻറ്റേജ് നമുക്ക് അവിടെ ചെന്നിട്ട് ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് നേരിട്ട് എടുക്കുന്നതിലും ലാഭം ഓൺലൈനാണ്. അപ്പോൾ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കി. അപ്പോൾ ഓൺലൈൻ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു 500 ബാത്ത് ടിക്കറ്റ് എൻട്രീസ് ഉണ്ടെങ്കിൽ
നമ്മൾ ഓൺലൈനായിട്ട് ഇപ്പോൾ trip.com അങ്ങനെ നമുക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ സഫാരി വേൾഡ് ഓൺലൈൻ ടിക്കറ്റ് എന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആപ്പുകൾ വരുമ്പോൾ അതിലൊക്കെ ഓരോന്നിനും റേറ്റുകൾ, ഡിസ്കൗണ്ടഡ് റേറ്റുകൾ ഇവരുടെ ആപ്പുകൾക്കുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓരോന്നിലും 500 എന്നുള്ളത് 200 300 നമുക്ക് ടിക്കറ്റ് കിട്ടുമ്പോൾ നമുക്കതൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണത്. ഓൺലൈൻ വഴി എൻട്രി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുക. അതിപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഞാനെല്ലാം അവിടെ പോയിട്ട് തന്നെ നോക്കിയിരുന്നത്. അഡ്വാൻസ് ചെയ്ത് പോയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തതൊന്നുമില്ല. കാരണം നമ്മൾ അഡ്വാൻസ് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാറില്ല. കാരണം പിന്നെ നമ്മൾ അതിന് വേണ്ടി റൺ ചെയ്യണം ടൈം. അതിന് വേണ്ടി ആ സമയത്തിനോട് എത്താനും സമയത്തും റൂമിനും ഒക്കെ ആയിട്ട് നമ്മൾ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഞാനിവിടെ പോകുമ്പോൾ റൂം തന്നെ ബുക്ക് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 3 ഡേയ്സിന് മാത്രമേ ബുക്ക് ചെയ്തിരുന്നുള്ളൂ. അതായത് ഫസ്റ്റ് 2 ഡേയ്സ് ബാങ്കോക്കിലും പിന്നെ ഒരു ദിവസം പട്ടായയിലായിട്ട് ബുക്കിംഗ് കാണിച്ചിരിക്കുന്നത്. കാരണം അത് നമുക്ക് എയർപോർട്ടിൽ ചിലപ്പോൾ ആവശ്യം വരുന്നുള്ള രീതിയിൽ. പക്ഷേ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഫ്ലൈറ്റ് കയറി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇവർ ബോർഡിംഗ് പാസും ഫ്ലൈറ്റ് ടിക്കറ്റും മാത്രമേ ബോർഡിംഗ് പാസും പാസ്പോർട്ടും മാത്രമേ നോക്കിയുള്ളൂ. ഒരു വിസ വെരിഫിക്കേഷൻ ഫോം നോക്കിയില്ല, നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ് നോക്കിയില്ല, ഷോ മണി നോക്കിയില്ല, ഒന്നുമില്ല. നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന പോലെ ഒരു അത്രയും അതിലും സിമ്പിളായിരുന്നു പറയാം. അവർ ജസ്റ്റ് പാസ്പോർട്ടും ബോർഡിംഗ് പാസും നോക്കി നമുക്ക് സീൽ ചെയ്ത് ഇമിഗ്രേറ്റ് ചെയ്ത് വിട്ടു. അപ്പോൾ അത്രയായിരുന്നു. ഒരു ടെൻഷൻ ഫ്രീ. ഒരു 15-20 മിനിറ്റ് ക്യൂ നിൽക്കേണ്ടി വന്നു. അത് ഞാൻ ആദ്യം ഇറങ്ങിപ്പോയെങ്കിലും ഓടിച്ചെന്ന് നിന്നെങ്കിലും, പക്ഷേ നമുക്ക് അവിടെ ചെന്നപ്പോൾ ഒരു വേറെ ഫ്ലൈറ്റ് ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു, ചൈനക്കാർ. അപ്പോൾ അവർ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചൊരു 20 മിനിറ്റ്സ് ഇല്ല, അല്ലെങ്കിൽ അതിലും വേഗം ചെക്ക് ഇൻ ഔട്ട് ചെയ്ത് പുറത്ത് വരായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതില്ല. പിന്നെയുള്ളത് അവിടെ നിന്ന് പുറത്ത് കിടന്ന് ആദ്യം ചെയ്യുന്നത് സിം എടുക്കുക എന്നുള്ളത് തന്നെയാണ്. സിം ഒരിക്കലും റോമിംഗ് ആക്ടിവേറ്റ് ചെയ്ത് പോകേണ്ട കാര്യമൊന്നുമില്ല, ഭയങ്കര റേറ്റാണ്. അവിടെ ചെന്നിട്ട് സിം എടുക്കുക 1 വീക്കൊക്കെ ആണെങ്കിൽ ഞാനൊരു 300 ബാത്തിൻ്റെ സിം എടുത്ത ഒരു 50 GB വാട്ടെവർ അതെനിക്ക് സഫീഷ്യൻ്റ് ആയിരുന്നു 1 വീക്ക്. കാരണം ഞാൻ മാപ്പ് തന്നെ യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം ഹോട്ടൽസിലാണെന്നുണ്ടെങ്കിൽ ഈ നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വയർലെസ് ഉണ്ടായിരിക്കും, വൈഫൈ ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ നമ്മളത് യൂട്ടിലൈസ് ചെയ്യും. ഡൗൺലോഡ്സും അപ്ലോഡ്സൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നത്. മറ്റേത് മാപ്പ് മാത്രം സെർച്ചിങ്ങിന് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അധികം വലിയ ഡാറ്റ ആവശ്യം വരുന്നില്ല. അപ്പോൾ 300 ബാത്തിൻ്റെ ഒരു എടുത്തു കഴിഞ്ഞാൽ സഫീഷ്യൻ്റ് ആണ്. പിന്നെയുള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനാഷണൽ ലൈസൻസ് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് പോയി 2 ആഴ്ച മുമ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അവിടെ ചെന്ന് ബൈക്ക് ടാക്സി എടുത്ത് പോകാം. അപ്പോൾ ഇത് 300 ബാത്തിനൊക്കെ 1 ഡേ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ സിംഗിളായി ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് അത്ര വലിയ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ ഈ ലൈസൻസിന് അപ്ലൈ ചെയ്യണം, അതിന് 1000-1500 ചിലവുണ്ടെന്ന് തോന്നും. പിന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ വണ്ടി എടുക്കണം, അത് കഴിഞ്ഞ് അത് പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു നമുക്കൊരു ഇതുണ്ടല്ലോ. അഡ്വാൻറ്റേജ് ആണെന്നും പറയാം, അല്ലെന്നും പറയാം. പക്ഷേ എനിക്ക് അത്ര വലിയ അഡ്വാൻറ്റേജ് തോന്നിയിട്ടില്ല കാരണം ഞാൻ അധികം പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ബാങ്കോക്കിൽ ബസ്സുകളുള്ളതുകൊണ്ട് വളരെ സൗകര്യമായിരുന്നു. കാരണം ബസ് ഒരു ആപ്പുണ്ട്, ബസ് MRT whatever, ബാങ്കോക്ക് വയ ട്രാൻസിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അപ്പോൾ നമുക്കതിൽ ബസ് ടൈമിങ് നമുക്ക് കിട്ടും. അപ്പോൾ അത് എനിക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. കാരണം ഞാനത് നമ്മൾ സിംഗിളാകുമ്പോൾ ടാക്സി വിളിച്ച് പോലൊന്നും അത്ര കൺവീനിയൻ്റ് അല്ല. അപ്പോൾ ഞാനിപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. അതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് ലോക്കൽ പീപ്പിളിനെയും ലോക്കൽ ഏരിയാസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, വെറുതെ ബസ്സിലിരുന്നാൽ മതി. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സൈറ്റ് സീയിങ് ഒക്കെ വളരെ ഈസിയാണ്, പ്രത്യേകിച്ച് ഫ്രണ്ടിൽ സീറ്റിൽ പോയിരിക്കുക. അപ്പോൾ നമുക്ക് പിന്നെ ആ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെ ഇറങ്ങി ഏത് ബസ്സിൽ കയറണം. ഇപ്പോൾ നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ അത് ഡെസ്റ്റിനേഷൻ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഏത് ബസ്സിൽ എവിടെ സ്റ്റോപ്പിൽ പോയി നിൽക്കണം, പിന്നെ എവിടെ ഇറങ്ങി അടുത്ത വേറെ ബസ്സിൽ കയറണം, അങ്ങനത്തെ കണക്ഷൻസ് എല്ലാം ആ ആപ്പിൽ കാണിക്കും. പിന്നെ എത്ര സമയത്തിനുള്ളിൽ ബസ് വരും എന്നുള്ളതൊക്കെ ആപ്പിലുണ്ട്. അപ്പോൾ അത് വലിയ ഇൻഫർമേഷൻ ആയിരുന്നു അതെനിക്ക് വളരെ കൺവീനിയൻ്റ് ആയിരുന്നു. കാരണം നമ്മളിപ്പോൾ ഒരു ടാക്സി വിളിച്ച് 300-400 ബാത്തിന് പോകുന്നത് ഇത് വെറും 30-40 ബാത്തിന് പോകാൻ പറ്റും. അപ്പോൾ കുറച്ച് ടൈമിങ് കുറച്ച് കൂടും, ബട്ട് നമ്മളൊരു പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതത്ര വലിയ ഒരു നഷ്ടമല്ല. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കണം, ബസ് കയറണം, ഇറങ്ങണം, അടുത്ത വണ്ടി കയറണം. എന്നാലും അതൊരു എക്സ്പ്ലോറിങ് എടുത്തു കഴിഞ്ഞാൽ വളരെ നമുക്ക് കുറേ സൈറ്റ് സീയിങ് കിട്ടും അതുവഴി. പിന്നെ ലോക്കൽ സ്ട്രീറ്റ്സും കാര്യങ്ങളും കൂടെയൊക്കെ ബസ് പോകും, അത് രസമാണ്. പിന്നെയുള്ളത് സിം കാർഡ് എടുത്ത് പുറത്തിറങ്ങി. പിന്നെയുള്ളത് അവിടെ നമ്മൾ ഗ്രാബ്, ബോൾട്ട് എന്ന ആപ്പുകളാണ് ടാക്സിക്കും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ബിസി ടൈം ആണെന്നുണ്ടെങ്കിൽ MRT ലൈനുകൾ യൂസ് ചെയ്യാൻ നല്ലത്, കാരണം ട്രാഫിക്കുള്ളതുകൊണ്ട് നീങ്ങത്തില്ല. ഇത്തിരി കോസ്റ്റ്ലി ആണെങ്കിലും ലോങ് ഡിസ്റ്റൻസ് എല്ലാം MRTനെയാണ് ലാഭം. അത് ഷോർട്ട് ഡിസ്റ്റൻസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയ ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ ബസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, ട്രാഫിക് ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ എന്തെങ്കിലും മേടിക്കാനാണെങ്കിൽ 7-Eleven സ്റ്റോറിൽ നിന്ന് മേടിക്കാം. ഞാനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് മിക്കതും 7-Eleven കയറിയിട്ട് ഈ ക്രീം ബൺസ് അങ്ങനത്തെ സാൻഡ്വിച്ച് ടൈപ്പുകളൊക്കെ മേടിച്ചാണ് കഴിക്കാറ്. അപ്പോൾ ഒരു ബോട്ടിൽ മേടിക്കുമ്പോൾ കഴിക്കും. പിന്നെ കോഫി അവിടെ തന്നെ കിട്ടും. അപ്പോൾ നമുക്കത് മേടിച്ച് കഴിഞ്ഞാൽ അത് വളരെ കൺവീനിയൻ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് തുടക്കത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നൂഡിൽസും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞാൽ
പിന്നെ ഞാൻ ഇതൊക്കെയാണ് വേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവിടെ പോകുമ്പോൾ. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ട്രാവൽ ഇൻഷുറൻസ് ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കൂടെ ബുക്ക് ചെയ്യുന്നത് തന്നെയാണ് നല്ല. വലിയ എക്സ്പെൻസ് ഒന്നും വരുന്നില്ല, 600 രൂപ സംതിങ്ങ് വരുന്നുള്ളൂ. അതെപ്പോഴും നമുക്ക് എന്തെങ്കിലും അവിടെ ചെന്നിട്ട് വല്ല ഹോസ്പിറ്റലൈസേഷൻ, ഫുഡ് പോയ്സണിങ്ങോ വാട്ടെവർ, നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അത് വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുകൊണ്ട് അത് ഒരിക്കലും എടുക്കാൻ മറക്കരുത്. അത് കയ്യിലുണ്ടാകുന്ന നമുക്കൊരു ധൈര്യം തന്നെയാണ്, പ്രത്യേകിച്ച് തന്നെ ട്രാവൽ ചെയ്യുന്നവർക്ക്. പിന്നെയുള്ളത് ഒക്കെ തന്നെ, നമ്മളിപ്പോൾ അവിടെ ചെന്നിറങ്ങി സിം എടുത്തു. അത് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് തന്നെ ഫ്രഷ് അപ്പ് ചെയ്തു. അതായത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു 5 മണി നേരത്തെ കണ്ട് എത്തുന്നത്. അപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ വാഷ്റൂംസ് യൂസ് ചെയ്ത് ഫ്രഷായി ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ റെഡി ആയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. കാരണം നമുക്ക് ചെക്ക് ഇൻ ടൈം വരുന്നത് 2 o'clock. അപ്പോൾ നമ്മൾ അത്രയും സമയം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി. ബസ് തന്നെ കിട്ടും. നമ്മൾ ബസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുക, ടാക്സിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. പോകുന്നവർക്ക് പോകാം. നമ്മൾ ബഡ്ജറ്റ് ട്രാവലറായിട്ട് പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെ ചീപ്പായിട്ട് പോയവരാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ റൂം ബുക്ക് ചെയ്തിരുന്ന കേഴ്സൺ റോഡാണ്. നമ്മൾ ആദ്യം ബാങ്കോക്കിൽ പോകുമ്പോൾ എപ്പോഴും കേഴ്സൺ റോഡ് 2 days ബുക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നൈറ്റ് ലൈഫ് ബാങ്കോക്കിൽ കേഴ്സൺ റോഡും സുഖുമവിത്ത് റോഡുമാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ 2 days കേഴ്സൺ റോഡിൻ്റെ അടുത്ത് ബുക്ക് ചെയ്യുക. കേഴ്സൺ റോഡിൽ തന്നെ D&D ഹോട്ടൽസൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ വേറെയും ഹോട്ടൽസ് നല്ലതുണ്ട്. അപ്പോൾ ആപ്പിൽ ബുക്ക് ചെയ്യുമ്പോൾ അഗോഡ വഴിയാണ് ഞാൻ അധികം ബുക്ക് ചെയ്തത്. മേക്ക് മൈ ട്രിപ്പ് നോക്കിയിരുന്നു. അപ്പോൾ അഗോഡയിലാണ് എനിക്ക് ഇത്രയും രസമായിട്ട് തോന്നിയിരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും യൂസർ റേറ്റിംഗ് ഹൈയും എന്നിട്ട് പ്രൈസ് കുറച്ചുവിടുക. അപ്പോൾ ഡോർമെട്രീസ്, ഞാൻ സിംഗിൾ ആയതുകൊണ്ട് ഡോർമെട്രി നമുക്ക് കിടന്ന് ഉറങ്ങേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. കാലത്ത് മുഴുവൻ എന്തായാലും റോമിംഗ് ആയിരിക്കും. അപ്പോൾ അത് കംഫർട്ടബിൾ ആയിട്ടുള്ള സിംഗിൾ, നല്ല ബെഡുള്ള, നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളുമുള്ള ഒരു ഡോർമെട്രി ടൈപ്പാണ്. അത് സിംഗിൾ റൂംസ് തന്നെയാണ്, സിംഗിൾ ക്ലോസ്ഡ് ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ ഷെയറിങ്ങിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരാൾക്ക് കിടക്കാനുള്ള സ്പേസും ഉണ്ടാവുള്ളൂ, ബാഗ് വയ്ക്കാനുള്ള സ്പേസും സൈഡിലുണ്ടാവും, അത്ര തന്നെ. അപ്പോൾ അത്രയും ആവശ്യം, നമുക്ക് കിടന്ന് ഉറങ്ങല്ലേ വേണ്ടോ. അപ്പോൾ നമുക്ക് അഗോഡ വഴിയൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ 1000 രൂപ ഇന്ത്യൻ മണി 1000 രൂപയിലും താഴെ വരുന്നിട്ടുള്ളൂ. സിംഗിൾ ബെഡ് ഡോർമെട്രീസൊക്കെ 800-900 ഒക്കെ ആയിട്ട് റേഞ്ചിൽ നല്ല റൂമുകൾ കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ബാഗ് വയ്ക്കാനുള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ ഞാൻ നേരെ ബസ് പിടിച്ച് ഹോട്ടലിലെത്തി. അത് കേഴ്സൺ റോഡ് തന്നെ ഇറങ്ങി. അപ്പോൾ തന്നെ അവിടെ നടക്കാവുന്ന വഴിയുള്ളൂ. നേരെ ഹോട്ടലിൽ പോയി ഞാൻ പറഞ്ഞു ബാഗ് ഞാൻ വെക്കാം, എന്നിട്ട് 2 മണിക്ക് ഞാൻ ചെക്ക് ഇൻ ചെയ്തോളാം. അപ്പോൾ ഒരു ബാഗ് സ്റ്റോർ ഫെസിലിറ്റീസ് ഉണ്ട് അവർക്ക്. അപ്പോൾ അവരുടെ ബാഗ് അവിടെ വെച്ചു. ഞാൻ അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ജസ്റ്റ് ബോട്ടിലും ഒരു ബാഗ് എടുത്ത് ഇറങ്ങി. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ടൈം മാനേജ്മെൻറ്റ് വരുന്നത്. ഫസ്റ്റ് ഡേ ഇപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോൾ ഞാനൊരു 9 o'clock തന്നെ മുമ്പായിട്ട് തന്നെ അവിടെ എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ 8 മണി ബാഗ് അവിടെ വെച്ച് ഇറങ്ങി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കേഴ്സൺ റോഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാൻഡ് പാലസ്, പിന്നെ ടെമ്പിൾ ഓഫ് എമറാൾഡ് ബുദ്ധ, പിന്നെ റീക്ലൈനിങ് ബുദ്ധ, അങ്ങനത്തെ കുറേ വാറ്റ് അരുൺ, അപ്പോൾ അങ്ങനത്തെ കുറേ ടെമ്പിൾസും കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെ വാക്കബിൾ ഡിസ്റ്റൻസിലുണ്ട്. അപ്പോൾ നമുക്ക് വേറെ വണ്ടി വിളിച്ചൊന്നും പോകണ്ട. അപ്പോൾ നമ്മുടെ കയ്യിൽ ലഗേജും ഇല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് നടക്കാവുന്ന വഴിയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ഗ്രാൻഡ് പ്ലാനറ്റ്സ് ഇറങ്ങി ഈ പറഞ്ഞ പോലെ എമറാൾഡ് ബുദ്ധ പോയി, റിക്ലൈനിങ് ബുദ്ധ പോയി. ഇതൊക്കെ ഒരു ക്ഷേത്രങ്ങൾ കാണാം. പക്ഷേ ഫോട്ടോ ആംഗിൾസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് ഭയങ്കര ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്കിത് അകലയിൽ നിന്ന് എടുക്കാനുള്ളൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടില്ല അധികം. എന്നാലും കാണാൻ രസമാണ്. 1 time ആയതുകൊണ്ട് നല്ല ടിക്കറ്റ് റേറ്റും ഉണ്ട് അത്യാവശ്യം. എന്നാലും ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ എല്ലാം അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഈ 3-4 പ്ലേസുകൾ, അതായത് ഗ്രാൻഡ് പാലസ്, എമറാൾഡ് ബുദ്ധ, ടെമ്പിൾ ഓഫ് റിക്ലൈനിങ് ബുദ്ധ, വാറ്റ് അരുൺ. അപ്പോൾ അതിൻ്റെ ഏരിയസിൽ കുറേ കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ട്. ഉച്ചവരെ തന്നെ അങ്ങനെ പോയി. അപ്പോൾ ഞാനൊരു ഉച്ചയായപ്പോഴേക്കും നമ്മളൊരു വാറ്റ് അരുൺ പോവാം. അതായത് വാറ്റ് അരുൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫെറി കടന്ന് അപ്പുറത്തേക്ക് കിടക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. അവിടെ നിന്നൊരു നല്ലൊരു തായ് ഫുഡ് തന്നെ കഴിച്ചു. നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കനായി ട്രൈ ചെയ്യാം, സ്ക്വിഡ് ട്രൈ ചെയ്യാം, സീ ഫുഡ് ട്രൈ, അതൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതങ്ങനത്തെ കാര്യങ്ങൾ ട്രൈ ചെയ്ത ഒരു 80 ബാത്തിനൊക്കെ അത്യാവശ്യം നല്ല ഫുഡ് കിട്ടും. പിന്നെ ഇത്തിരി കൂടുതൽ നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ 120-130 റേഞ്ചിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഫുഡ് തന്നെ കിട്ടും. ഞാൻ പറയുന്നത് ബഡ്ജറ്റ് റേറ്റിലാണ് ഈ പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഫെറി 5 രൂപയുള്ളൂ, 5 ബാത്താണ്. അത് കഴിഞ്ഞ് ഫെറി കിടന്ന് അപ്പുറത്തേക്ക് കിടക്കാം. അപ്പുറത്തേക്ക് കിടന്ന് നല്ല മനോഹരമായ ഒരു വാറ്റ് അരുൺ ടെമ്പിളാണ്. അതൊരു പ്രത്യേക കൺസ്ട്രക്ഷൻസൊക്കെയാണ്. അപ്പോൾ അതിന് മുമ്പിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. നല്ല ഇതാണ്. അത് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഏകദേശം ഒരു 2:30 ആയി. പക്ഷെ ഭയങ്കര ടയർഡായി. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നല്ല ടയർഡായിരുന്നു. കാരണം നല്ല വെയിലും നമ്മൾ പെട്ടെന്നൊരു സ്ഥലത്ത് ചെന്ന് പെട്ടെന്ന് കറങ്ങുകയല്ലേ. അപ്പോൾ അതിൻ്റെതായ സ്ട്രെസ്സൊക്കെ ഉണ്ടായിരുന്നു. ഫൈൻ, ഗുഡ്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ് ഡേ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്യാമെന്ന് വിചാരിച്ചു. 2 മണി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഒരു 3 മണിയായപ്പോൾ റെസ്റ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നി. അപ്പോൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയത് ഒരു 3:30. അന്നേരത്തൊക്കെ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഹോട്ടലിലത്തെ റൂമും കാര്യങ്ങളും ബാഗ് വയ്ക്കേണ്ട, അങ്ങനത്തെ ഒരു ഹോട്ടലിലത്തെ ഫെസിലിറ്റീസൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തൊരു 3:30 ആയപ്പോൾ 4 മണിയായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി.
അപ്പോൾ അവിടെ നിന്ന് അടുത്ത് തന്നെയാണ് വീണ്ടും ഗോൾഡൻ മൗണ്ട് ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാങ്കോക്ക് സിറ്റി ഒരുവിധം അത്യാവശ്യം നല്ല രീതിയിൽ കാണാം. അപ്പോൾ ഞാനതിൽ ഫോട്ടോസൊക്കെ ഞാനതിൽ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു 5 o'clock ഒക്കെ ആകുമ്പോൾ ഞാൻ അവിടേക്ക് ചെന്നു. 5 o'clock മുമ്പായിട്ട് അങ്ങനെ നടന്നെത്തി. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കയറി തിരിച്ചിറങ്ങി. നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ സൺസെറ്റ് പോലെ നമ്മൾ അവിടെ അതിൻ്റെ മുകളിൽ നിന്ന് കണ്ടു ഞാൻ. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി. അപ്പോഴേക്കും നമ്മളൊരു പറഞ്ഞ പോലെ 6:30 കഴിഞ്ഞു, 7 o'clock അടുത്തെത്തി. അതായത് നൈറ്റ് ലൈഫിൻ്റെ ടൈമായി. അപ്പോൾ കേഴ്സൺ റോഡാണ് നൈറ്റ് ലൈഫിൻ്റെ ഒരു ഇത്. അപ്പോൾ കേഴ്സൺ റോഡിലെ ആ ഏരിയാസ് നമ്മൾ ആദ്യം നടന്ന് എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞ് നൈറ്റ് ലൈഫ് ഏരിയയാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്നൊരു മെസ്സാജ് എടുത്തു കേഴ്സൺ റോഡിൽ നിന്ന് തന്നെ. അപ്പോൾ ഒരു ഇറങ്ങിയപ്പോൾ ഒരു 8 മണി 8:30 ആയി. ഫൈൻ. നല്ല രീതിയിലുള്ളൊരു മസാജ് തന്നെയായിരുന്നു. നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള തായ് മസാജ്. നമുക്ക് ശരിക്കും റിഫ്രഷിങ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നൈറ്റ് ലൈഫ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ നല്ല സ്ട്രീറ്റ് ഫുഡ്സ് കാര്യങ്ങൾ വായ നോക്കി നടക്കുക. പിന്നെ പാർട്ടീസ് നടക്കുന്നുണ്ട് പലയിടത്തും. അതിൻ്റെ മുമ്പിൽ ടേബിൾസും കാര്യങ്ങളൊക്കെ ഇട്ട് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ദാറ്റ്സ് വി എൻജോയ്ഡ് ടിൽ അത് നല്ലൊരു രാത്രി വരെ ഒരു 11:30-12 വരെയൊക്കെ അങ്ങനെ അങ്ങോട്ട് പോകും. നല്ല സുഖമായിട്ട് രസമാണ്. 2 ബിയറൊക്കെ അടിച്ചിരിക്കാം. നല്ല കൂളിങ് ചില്ലാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡേ. ദാറ്റ്സ് വെരി ഗോയിങ് വെൻ വെൽ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യം തന്നെ സഫാരി വേൾഡിൽ പോകുന്നതാണ്. അപ്പോൾ സഫാരി വേൾഡിൽ ഞാൻ ആദ്യം നേരത്തെ എണീറ്റു. 8 മണിയാകുമ്പോഴേക്കും, അതായത് അപ്പോഴേ എണീക്കുള്ളൂ. നമ്മൾ കിടക്കുമ്പോൾ തന്നെ 1 മണിയൊക്കെ ആവുമല്ലോ എന്തായാലും. റൂമിൽ ചെന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്ന് ഫ്രഷായി മെസ്സേജ് വൈഫൈയിൽ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കി കിടക്കുമ്പോഴേക്കും 1 മണി കഴിയുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ ഒരു 8 o'clock ഞാൻ എണീറ്റു, ഫ്രഷപ്പായി. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി, സിംഗിൾ ബാഗ് എടുത്ത് ഇറങ്ങി. നേരെ ഞാൻ ആദ്യം ബസ്സാണ്. അപ്പോൾ നമ്മൾ ആ ബസ്സിൻ്റെ ആപ്പ് എടുത്തു. ബസ്സിലെ ആപ്പ് നോക്കി. അപ്പോൾ നമ്മൾ സഫാരി വേൾഡിൽ പോകണമെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കി. അപ്പോൾ അതിൽ കേഴ്സൺ റോഡിൽ നിന്ന് തന്നെ ബസ്സുണ്ട്. അപ്പോൾ നേരെ ബസ്, അതായത് 2 ബസ് മാറി കയറണം, 3 ബസ് മാറി കയറണം. മുഴുവൻ അങ്ങോട്ട് എത്തത്തില്ല. എന്നാലും നമ്മൾ 2 ബസ് മാറി കയറി ഒരു സ്റ്റോപ്പ് വരെ എത്തി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ബൈക്ക് ടാക്സി വിളിച്ച് അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ ടാക്സി വിളിച്ച് അങ്ങോട്ട് പോകാം. അപ്പം നമ്മൾ മാക്സിമം അങ്ങോട്ട് എത്താമെന്നല്ല, മൊത്തം ടാക്സി വിളിച്ച് പോകാൻ ഞാൻ 400 ബാത്തൊക്കെ ആവും. ഇതാകുമ്പോൾ എനിക്ക് ബസ്സിലൊരു ബസ്സിൽ 8 ബാത്തും മറ്റേ ബസ്സിൽ 12 ബാത്തും അങ്ങോട്ടായത്. അത് കഴിഞ്ഞ് ടാക്സി വേറെ ഓപ്ഷനില്ല. അപ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ ടാക്സി വിളിച്ച് അങ്ങോട്ട് പോകാം. ശരിക്കും ബസ്സുണ്ട്, പക്ഷെ അത് നമുക്ക് കിട്ടാൻ എളുപ്പമല്ല. ഒരു 16 എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളെ ആപ്പിൽ കാണിക്കും. അതൊക്കെ ഒരു സഫാരി വേൾഡിൻ്റെ ബസ്സുണ്ട് അവരുടെ ലാസ്റ്റ് ഷോപ്പിൽ നിന്ന് അങ്ങോട്ട് പോകാൻ. അപ്പോൾ എനിവേ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തി. ഞാനൊരു ബസ്സിൽ പോയതുകൊണ്ട് ഞാനൊരു 10:30 ആവാറായി എത്തിയപ്പോൾ. അതായത് ഒരു 9:30 തന്നെ എത്താൻ പറ്റുകയാണെങ്കിൽ അത് അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഷോ വരുന്നത് ഈ മറ്റേ കുരങ്ങൻ്റെ ഷോ ഉണ്ടല്ലോ, എന്താ കുരങ്ങൻ്റെ പേര്, റംബൂട്ടാനോ എന്ന സാധനമില്ലേ, ആ സാധനത്തിൻ്റെ ഷോ ഉണ്ട്. അപ്പോൾ അത് മിസ്സാകാൻ വേണ്ടിയിരിക്കണമെങ്കിൽ 9:30 എത്താണ് നല്ലത്. അത് കഴിഞ്ഞാൽ പിന്നെ എലിഫൻറ്റ് ഷോ ഉണ്ട്. പിന്നെ സഫാരി വേൾഡിലും മറൈൻ വേൾഡിലും ചെല്ലുമ്പോൾ ആദ്യം മറൈൻ വേൾഡ് എക്സ്പ്ലോർ ചെയ്യണം. ആദ്യം പോയിട്ട് സഫാരി വേൾഡ് ബസ്സിൽ കയറരുത് കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്ക് ഈ മറൈൻ വേൾഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ക്ഷീണിച്ച് ബസ്സിൽ കയറിയിരുന്ന് AC ബസ്സിൽ കയറിയിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് റിലാക്സേഷനാണ് ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ വെയിലും കൊള്ളണ്ട. അപ്പോൾ എപ്പോഴും ആദ്യം മറൈൻ വേൾഡ് എക്സ്പ്ലോർ ചെയ്യാം. ഞാനവിടെ ചോദിച്ചു ഏതാണ് നല്ലത്. അപ്പോൾ പറഞ്ഞു ഇവർ ആദ്യം ഇത് പൊക്കും, അപ്പോൾ ഷോസ് മിസ്സാവില്ല എന്ന് പറഞ്ഞു. എനിക്ക് പക്ഷേ ആദ്യത്തെ അത് ഷോ മിസ്സായി കുരങ്ങൻ്റെ. പക്ഷേ സഫാരി നെക്സ്റ്റ് ഷോ ആയ ഇത് എന്താ പറയുന്നത് എലിഫൻറ്റ് ഷോ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ മറ്റേ സ്പൈ വേൾഡ് അങ്ങനത്തെ കുറേ ഷോസ് ഉണ്ട്. പിന്നെ ഡോൾഫിൻ ഷോ ഉണ്ട്. പിന്നെ എന്തായിരുന്നു മറ്റേ സീഗിളിൻ്റെ ഷോസ് ഉണ്ട്. അങ്ങനെ 4-5 ഷോസ് നമുക്ക് അന്നത്തെ ദിവസം കിട്ടും. അത് ടൈമുകൾ നോക്കിയിട്ട് നമ്മളത് നോക്കുക, അതിനനുസരിച്ച് നമ്മൾ മാനേജ് ചെയ്യുക. പിന്നെ മറൈൻ വേൾഡിൽ 11 മണിയുടെ ഷോ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ലഞ്ചിന് വേണ്ടി എല്ലാവരും കൂടി ഓടിച്ചെല്ലരുത്. എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ആ ലഞ്ചിൻ്റെ സമയത്ത് എല്ലാവരും പോയി ലഞ്ചിന് ക്യൂ നിൽക്കും. വെറുതെ ക്യൂ നിന്ന സമയം കളയാണ്. അപ്പോൾ അതിൽ നല്ലത് നമ്മൾ ആ ലഞ്ചിൻ്റെ സമയം, അതായത് നമുക്കിപ്പോൾ ലാസ്റ്റ് ഒരു 10 minutes 15 minutes അവിടെ പോയി നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടു. അതായത് 2:45 ഡോൾഫിൻ ഷോ തുടങ്ങുന്നത്. അപ്പോൾ ഞാനൊരു 2:20 ആകുമ്പോൾ അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ അവിടെ ആരുമില്ല, എല്ലാവരും കഴിച്ച് തിരക്ക് കഴിഞ്ഞ് ഇറങ്ങിയാണ്. അപ്പോൾ നമ്മളവിടെ ചെന്ന് സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് നമുക്ക് പോവാം. അപ്പോൾ ടിക്കറ്റ് അതിൻ്റെ കൂടെ ഫ്രീ ഉണ്ട്, പണി ഫുഡിൻ്റെ ഇതുണ്ട്, നമുക്ക് കയറി കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങി. അതിൻ്റെ ഇടയിൽ നമ്മൾ എല്ലാ അനിമൽസും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കവർ ചെയ്യും. നമ്മൾ ഓരോ ഷോയുടെ അടുത്തേക്ക് പോകുമ്പോൾ ആ ഭാഗത്തെല്ലാം എക്സ്പ്ലോർ ചെയ്ത് പോവുക. അപ്പോൾ പിന്നെ രണ്ടാമത് അങ്ങോട്ട് പോകേണ്ട വരത്തില്ല. കാരണം നമ്മൾ വെൽ പ്ലാൻ ചെയ്താൽ തന്നെയാണ് സഫാരി വേൾഡിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് സമയത്തിനുള്ളിൽ കണ്ടു തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ഷോയുടെയും മാപ്പ് നോക്കി ആ ഭാഗത്തുള്ള കാര്യങ്ങളും അനിമൽസിനെ എക്സ്പ്ലോർ ചെയ്ത് വരിക. പിന്നെ രണ്ടാമത് അങ്ങോട്ട് നടക്കേണ്ടി വരത്തില്ല.
അപ്പോൾ അങ്ങനെയായിരുന്നു. ജിറാഫ് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, ജിറാഫ് ഫീഡിങ് കാര്യങ്ങളും. അതായിരുന്നു എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത്. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നല്ലതായിരുന്നു. നമുക്ക് കാണാത്ത അനിമൽസും കാര്യങ്ങളും കങ്കാരൂസ് ഉണ്ടായിരുന്നു. പിന്നെ ആൽപൈൻ എന്താണ് അങ്ങനത്തെ കുറേ നല്ല 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 എക്സ്പീരിയൻസ് മറൈൻ വേൾഡിലുണ്ട്. അത് കഴിഞ്ഞ് ഷോസ് കഴിഞ്ഞ് ഞാനത് കഴിഞ്ഞ് 2:45 ഡോൾഫിൻ ഷോ കഴിഞ്ഞിട്ട് നേരെ സഫാരി വേൾഡിൻ്റെ അവിടേക്ക് പോയി. അപ്പോൾ ബസ് നമ്മൾ വേറെ ഒരു 100 ബാത്ത് ടിക്കറ്റ് എടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ല, സഫാരി വേൾഡിൽ ഞാൻ ഓൺലൈനാണ് ടിക്കറ്റ് എടുത്തത്, അപ്പോൾ എനിക്ക് റേറ്റ് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 100 ബാത്തിൻ്റെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൽ കയറിയിരുന്നു. ബസ്സിൽ ഞാൻ ഫ്രണ്ടിലെ സീറ്റിൽ തന്നെ കയറിയിരുന്നു, സിംഗിൾ സീറ്റിൽ. സിംഗിളാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ സഫാരി വേൾഡ് നമ്മൾ ഫ്രണ്ടിലിരുന്ന് എക്സ്പ്ലോർ ചെയ്തത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വൈഡായിട്ടൊരു ഏരിയ, അതിലെല്ലാ അനിമൽസും മുന്നേ കൂടി നടക്കും. ശരിക്കും ഒരു ജംഗിൾ എഫക്റ്റ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വെരി നൈസ്. എല്ലാവരും കാറിലിരുന്നും വണ്ടികളിലിരുന്നും ഇങ്ങനെ അനിമൽസിനെ എക്സ്പ്ലോർ ചെയ്യുന്നൊരു ഇത്. തിരിച്ചു വന്നു ഒരു 1 hour 1:30. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ തിരിച്ച് റീ എൻട്രി. ഇതൊരു കാര്യം ശ്രദ്ധിക്കണം, മറൈൻ വേൾഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ റീ എൻട്രിയുടെ സീല് നമ്മൾ പതിക്കണം കൈമേ. അതല്ലെങ്കിൽ നമുക്ക് തിരിച്ച് കയറാൻ പറ്റത്തില്ല മറൈൻ വേൾഡിൽ. അപ്പോൾ സീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ സീൽ കാണിച്ചു. അപ്പോൾ ഞാൻ തിരിച്ച് എൻട്രി ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു സീഗളിൻ്റെ ഷോ അത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് 4:30 അതിന് കയറി. അത് കഴിഞ്ഞ് ബാക്കി ഞാൻ ഒരു 6 മണി 6 മണി വരെയൊക്കെ ഉണ്ടാവും. പക്ഷേ 5 മണി കഴിയുമ്പോഴേക്കും എല്ലാവരും പോയി തുടങ്ങും. പക്ഷെ ഞാനത് അപ്പോൾ നമുക്കത് കഴിഞ്ഞാലും സമയമുണ്ടെന്ന് ഞാൻ പറയുന്നത്. ഒരു 6 മണി വരെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പിന്നെയും കാണാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് മൊത്തം ടോട്ടലി എക്സ്പ്ലോർ ചെയ്ത് വരണം. അപ്പോഴാണ് നമുക്കത് ഒരു എന്താ പറയുക എഫിഷ്യൻ്റായിട്ട് പോകുന്നത്. പലയിടത്തും മറ്റേ ടീമിൻ്റെയും അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെയൊക്കെ കൂടെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. അവരെത്തുന്നത് തന്നെ ഉച്ചയ്ക്കാണ്. ഞാൻ പല ബസ്സുകളും കണ്ടത് അങ്ങനെയാണ്. എലിഫൻറ്റ് ഷോയും കഴിഞ്ഞ് ഒരു 12 കൂടിയാണ് എത്തുന്നത് തന്നെ ബസ്സുകൾ. കാരണം എല്ലാവരും റെഡിയായിക്കെ വരാനുള്ള സമയം കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ സിംഗിളായിട്ട് പോകുന്നതും എപ്പോഴും അഡ്വാൻറ്റേജാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വാല്യൂ ഫോർ മണിയാണ്. നമ്മൾ ഇത്രയധികം പൈസ കൊടുത്തിട്ട് 2000-2500 രൂപ കൊടുത്തിട്ടാണ് ടിക്കറ്റ്. അപ്പോൾ നമ്മൾ അതിനുള്ളിൽ കയറുമ്പോൾ നമ്മൾ ഫുൾ ഡേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതാണ് 9:30 to 5:30 വരെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അത്രയും സ്ഥലങ്ങളും കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് അവിടുന്ന് പോരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് 2 ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് ഇറങ്ങിക്കഴിഞ്ഞൊരു ബസ് സ്റ്റാൻഡാണ്. അവിടെ നിന്ന് 5:30 സമയത്ത് ഈ സഫാരി വേൾഡിൻ്റെ ഒരു ബസ്സുണ്ട്. ആ ബസ്സിൻ്റെ നമ്പർ 16A എന്നോ സംതിങ് ആണ്. നമുക്ക് ആ ആപ്പിൽ നോക്കി അറിയാം. അത് അവർ അധികം പബ്ലിസിറ്റി കൊടുക്കില്ല. കാരണം അവരെപ്പോഴും അവരുടെ ഗവൺമെൻറ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് ടൂറിസ്റ്റിന് അത്രയും താല്പര്യമില്ല. നമ്മൾ ടാക്സി വിളിച്ച് പോകണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്നാലും ഈ ബസ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഈ ബസ് കിട്ടും. ആ ബസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകാൻ പറ്റും. പിന്നെയുള്ള ഓപ്ഷൻസ് MRT ഉണ്ട്, പിങ്ക് ലൈനും പിന്നെ ഗ്രീൻ ലൈനും മാറി കയറി പോവാം. അതും കുഴപ്പമില്ല. അതായത് മെട്രോ വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. അല്ലെങ്കിൽ ബസ്സായാലും കോസൺ റോഡ് വരെ പോവാം. വലിയ ട്രാഫിക്കൊന്നും വരുന്നില്ല. കാരണം സിറ്റിയിലേക്ക് എത്തുമ്പോഴേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയായിരുന്നു സെക്കൻഡ് ഡേ. അപ്പോൾ അതായത് ഞാനപ്പോൾ വന്നിട്ട് ഒരു കോസൺ റോഡ് ഞാൻ തിരിച്ചെത്തുമ്പോൾ റൂം എടുത്തിരിക്കുന്ന അവിടെ തന്നെയാണല്ലോ. അപ്പോൾ കോസൺ റോഡ് ഞാൻ എത്തുമ്പോൾ വീണ്ടും ഒരു 6:37 ആയി. അപ്പോൾ ഞാൻ പിന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാൻഡ് പാലസിൻ്റെയും കാര്യങ്ങളൊക്കെ ഒരു നൈറ്റ് വ്യൂ, ഒരു 7 o'clock ഒരു നൈറ്റ് വ്യൂ കണ്ടു. കാരണം ബസ് ഇറങ്ങി അവിടെ അടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ സെയിം നൈറ്റ് ലൈഫ് 2 ബിയറൊക്കെ അടിച്ച് ചില്ലായി അവിടുത്തെ നൈറ്റ് ലൈഫ് കണ്ടിരുന്നു. ഒരു 1 o'clock 2 o'clock ഒക്കെ ഉറങ്ങി. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തേർഡ് ഡേ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പട്ടായാണ് പ്ലാൻ ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കോക്ക് 2 days കഴിഞ്ഞു. ഈ പട്ടായയിൽ എന്തൊക്കെ കാണാനുണ്ട്, എത്ര ദിവസം എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഒരു 1 day പോരോ എന്നൊരു കൺഫ്യൂഷൻ. അതുകൊണ്ട് ഞാൻ 2 days കഴിഞ്ഞ് തേർഡ് ഡേ ഞാൻ പട്ടായ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ കാലത്ത് തന്നെ റൂം വെക്കേറ്റ് ചെയ്തു, ഇറങ്ങി ബാഗ് എടുത്തു, നേരെ ഞാൻ പട്ടായ പോകാനുള്ള പരിപാടിയാണ്. അപ്പം നമുക്ക്